guys, welcome back. ഞാൻ നിങ്ങളുടെ സ്വന്തം മെക്സ് മോസ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഐക്യു അങ്ങനെ ഐക്യു അവരുടെ പുതിയ ഫോൺ ഇറക്കുകയാണ് കേട്ടോ. അപ്പം പുതിയ ഡിവൈസിന്റെ പേരാണ് ഐക്യു നിയോ ആർ. നിയോ സീരീസിലെ ഫസ്റ്റ് ആർ ബ്രാൻഡഡ് വൺ ആണ് കേട്ടോ. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരിക്കലും റിവ്യൂ അല്ല കേട്ടോ. കാരണം കമ്പനി പുറത്തുവിട്ട ഡിവൈസിന്റെ സ്പെസിഫിക്കേഷനും പിന്നെ കുറച്ച് റൂമേഴ്സും വെച്ചുള്ള ഒരു വീഡിയോ ആണ്. നമുക്ക് നേരെ അങ്ങ് വീഡിയോയിലേക്ക് പോയാലോ അല്ലേ. ഫസ്റ്റ്ലി നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി പുറത്തുവിട്ട ഡിവൈസിന്റെ സ്പെസിഫിക്കേഷൻ ആണ് കേട്ടോ. അപ്പം കമ്പനി ആദ്യം പറയുന്നത് പറഞ്ഞാൽ നിയോ സീരീസിലെ ഫസ്റ്റ് ആർ ബ്രാൻഡഡ് വൺ ആണ് കേട്ടോ. ചിപ്സെറ്റിന്റെ കേസിലോട്ട് വരുമ്പോഴത്തേനും ഇതിനകത്ത് 8 എലൈറ്റിന്റെ ചിപ്സെറ്റ് അല്ല വരുന്നത്. കാരണം ഇതിന് മുമ്പ് ഇറങ്ങിയ ഡിവൈസ് 8 എലൈറ്റ് ചിപ്സെറ്റ് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8S Gen 3 എന്ന് പറഞ്ഞ 4nm ചിപ്സെറ്റ് ആണ്. ഇപ്പം നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിപ്സെറ്റിന്റെ കേസാണ്. അപ്പം നേരെ നമുക്ക് ബാറ്ററിയുടെ കേസ് പറയുമ്പോഴത്തേനും 6400 mAh ബാറ്ററിയും പിന്നെ ഫാസ്റ്റ് ചാർജറാണ് 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറാണ്. സോ ഈ ഒരു സെഗ്മെന്റിലെ മോസ്റ്റ് പവർഫുൾ ഡിവൈസ് എന്നാണ് കേട്ടോ പറയുന്നത് ഈ ഐക്യു നിയോ 10R. ജസ്റ്റ് ബാറ്ററിയുടെയും ഒരു ഫാസ്റ്റ് ചാർജറിന്റെയും കേസ് വെച്ചല്ല അവർ ഒരിക്കലും പെർഫോമൻസ്, അതായത് ഹൈ പെർഫോമൻസ് ഡിവൈസ് എന്ന് പറഞ്ഞത്. കാരണം ഇതിന്റെ പെർഫോമൻസ് പോയിന്റ് ആയ ആൻറ്റുറ്റു സ്കോർ വന്നപ്പോഴത്തേന് അറൌണ്ട് 1.7 മില്യൺ പോയിന്റ്സ് ഈ ഒരു ഡിവൈസിന് റീച്ച് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കേട്ടോ. മേജർലി ഇതൊരു 2 കളേഴ്സിൽ ഇത് അവൈലബിൾ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു റേജിങ് ബ്ലൂ എന്ന് പറയുന്ന കളർ, അതായത് ഡ്യുവൽ ടോൺ വരും, ഒരു വൈറ്റ് ഒരു ബ്ലൂ വരുമ്പോഴത്തേനും അത് എക്സ്ക്ലൂസീവ്ലി ആ ഒരു ഡ്യുവൽ ടോൺ ഇന്ത്യക്കാർക്ക് മാത്രമായിട്ടെന്നാണ് ആ കമ്പനി അവകാശപ്പെട്ടേക്കുന്നത്. പിന്നെ വരുന്ന രണ്ടാമത്തെ കളറാണ് ഒരു മൂൺ നൈറ്റ് ടൈറ്റാനിയം എന്ന് പറയുന്ന കളർ. അങ്ങനെ 2 കളേഴ്സിൽ ആണ് ഈ ഡിവൈസ് ഇതുവരെ അവൈലബിൾ ആകും എന്ന് പറഞ്ഞേക്കുന്നത്. പിന്നെ ഇതിന്റെ പ്രൈസ് റേഞ്ച് പുറത്ത് വിട്ടതെന്ന് പറഞ്ഞാൽ ഒരു 30K, അതായത് 30,000 രൂപയുടെ ഒരു പ്രൈസ് സെഗ്മെന്റ് വരുന്ന ഒരു ഡിവൈസ് ആയിരിക്കും ഈ ഐക്യു നിയോ 10R. അങ്ങനെ നമ്മൾ മൊത്തം നമ്മുടെ അതായത് വരുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ മൊത്തം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യമാണ് നമ്മുടെ അതായത് റൂമേഴ്സ് ഒക്കെ വെച്ച് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് വരുമോ വരത്തില്ലോ എന്ന് ഉറപ്പൊന്നുമില്ല, എന്നാലും നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. അപ്പം നമ്മളൊരു ഡിവൈസ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ മെയിൻ നോക്കുന്ന ക്യാമറയിലേക്കായിരിക്കും, ക്യാമറ ക്ലാരിറ്റി ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇതിന്റെ ക്യാമറ വരുമ്പോഴത്തേനും 50 MB ക്യാമറ വരുമെന്നാണ് പറഞ്ഞേക്കുന്നത് വിത്ത് സോണിയുടെ സെൻസർ. പിന്നെ അൾട്രാ വൈഡ് കൊണ്ട് അൾട്രാ വൈഡ് 8 MB അൾട്രാ വൈഡ്. സെൽഫി ക്യാമറയിൽ നോക്കുമ്പോൾ ഒരു 16 MB സെൽഫി ക്യാമറയാണ് ഇതിന് വരുന്നത്. ക്യാമറയുടെ കാര്യം പറഞ്ഞ് നേരെ നമ്മൾ ഡിസ്പ്ലേയിലേക്ക് നോക്കുമ്പോൾ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോഴത്തേനും ഒരു 6.78 ഇഞ്ച് OLED ഡിസ്പ്ലേ ആണ് വരുന്നത് വിത്ത് 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ്. പിന്നെ റാമിന്റെ കേസിലോട്ട് വരുമ്പോഴത്തേനും 12 GB വരെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഇന്റേണലോട്ട് വരുമ്പോൾ 256 വരെ ഒരു എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒക്കെ മാറിയൊക്കെ തിരിഞ്ഞൊക്കെ വരാം. അതിന്റെ ഇത്രയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതും കൺഫേം ചെയ്യാവുന്നതും കാര്യങ്ങളായിട്ടൊക്കെ കമ്പനി പുറത്തുവിട്ട കാര്യങ്ങളാട്ടോ. ഒഫീഷ്യലി ആദ്യം പറഞ്ഞത് നമ്മൾ ഒഫീഷ്യലി പുറത്തുവിട്ട കാര്യങ്ങളാണ്, അല്ല പുറത്തൊന്നും ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. ഈ ഡിവൈസ് പുറത്തിറങ്ങുന്നത് ഒഫീഷ്യലി ഇന്ത്യ ലോഞ്ച് ആകാൻ പോകുന്നത് മാർച്ച് 11-നായിരിക്കും. അതിന് മുമ്പ് തന്നെ അവർ കോയമ്പത്തൂരും കൊച്ചിയിലും ലോഞ്ച് ഇവന്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കിട്ടുവാണെങ്കിൽ എന്തായാലും നമുക്ക് കിട്ടുന്ന ഒരു ഉറപ്പില്ല. കൈ ഡിവൈസ് വരുവാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ റിവ്യൂ ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാം ഒരു സർപ്രൈസ് ആയിട്ട് റിവ്യൂ ചെയ്യുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കാരണം നിങ്ങളാണ് നമ്മുടെ പവർ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇറ്റ്സ് മീ മെക്സ് മോസ് സൈനിങ് ഓഫ്.